നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത സംഭവത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഭരണകൂടത്തിന് വിരുദ്ധമായി തുരപ്പം പണി നടത്തുന്ന ആരെയും സുപ്രധാന കസേരകളിൽ ഇരുത്തില്ലെന്നും സർക്കാരിനെതിരെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് താൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം സ്ഥാനമുണ്ടാകില്ലെന്നും മന്ത്രി കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ ചെയ്തത്. ഇത് സർക്കാരിനൊരു തിരിച്ചടിയല്ലെന്നും കൂടെ മന്ത്രി പറഞ്ഞതിലെ ഗുട്ടൻസ് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അതിന് മുകളിൽ ഹൈക്കോടതി ഉള്ളതുപോലെ ട്രൈബ്യൂണലിന് മുകളിലും കോടതികളുണ്ടെന്നും ഡോക്ടർ റീന തുരപ്പം പണി നടത്തിയോ ഇല്ലയോ എന്ന് മേൽക്കോടതിയിൽ പറഞ്ഞോളാമെന്നും മുരളീധരൻ പറയുന്നു. മുമ്പ് TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഇതേ ഭരണ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിണറായി വിജയൻ രാജിവെച്ചിട്ടുണ്ടോ എന്നും മുരളീധരൻ ചോദിക്കുന്നതിൽ ലോജിക്ക് ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റ്. ചില കാര്യങ്ങളിൽ ഉടനടി വേഗത്തിൽ തീരുമാനം എടുക്കുന്ന ആളാണ് താനെന്നും തൻ്റെ ശൈലി ഇതാണെന്നും ഭരണപരമായ കാര്യങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് DHSനെ മാറ്റിയത് എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രധാന വാദം. എന്നാൽ ഉത്തരവിലെ വൈരുദ്ധ്യങ്ങളും സ്പെഷ്യൽ റൂളും ചൂണ്ടിക്കാട്ടി ഡോക്ടർ റീന നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ട്രൈബ്യൂണലിൻ്റെ നടപടി വന്നിരിക്കുന്നത്. DHS പദവിയിൽ 3 വർഷം പൂർത്തിയാക്കിയെന്നും പകർച്ചവ്യാധി കാലത്ത് 15 ദിവസത്തെ അവധി അപേക്ഷ നൽകിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവരെ എറണാകുളം റീജിയണൽ ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടർ പദവിയിലേക്ക് സ്ഥലം മാറ്റിയത്. എന്നാൽ താൻ അങ്ങനെ ഒരു അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്ന് രേഖാമൂലം വ്യക്തമാക്കിയ ഡോക്ടർ റീന തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. സ്പെഷ്യൽ റൂൾസ് പ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പദവിക്ക് 3 വർഷത്തെ സമയപരിധി ഇല്ലെന്നും അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിന്നും സ്പെഷ്യാലിറ്റി കേഡറിലേക്ക് വെറും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാറ്റാനാകില്ലെന്ന് അവർ വാദിച്ചു. ചോദിക്കാത്ത അവധിയുടെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ച് തന്നെ അപമാനിച്ചെന്നും ഹർജിയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതിനും മന്ത്രിയെ തേച്ചൊട്ടിക്കുന്നതാണ് ഈ ട്രൈബ്യൂണൽ വിധി. ഡോക്ടർ റീന കാലാവധി പൂർത്തിയാക്കിയെന്നും തത്തുല്യ പദവിയിലേക്കാണ് മാറ്റമെന്നുമുള്ള സർക്കാരിൻ്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ട്രൈബ്യൂണൽ ഉത്തരവ് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. കേന്ദ്ര സർക്കാരുമായുള്ള കരാറുകളിൽ ഒപ്പിടുന്നത് ക്യാബിനറ്റ് കൂട്ടായി എടുത്ത തീരുമാനമാണെന്നും അതിൽ നിന്നും ഇനി പിന്നോട്ട് പോകാൻ നിവൃത്തിയില്ലെന്നും കെ മുരളീധരൻ പറയുന്നു. അത് കേൾക്കുന്നവർക്ക് ട്രൈബ്യൂണലാണോ മന്ത്രിയാണോ ശരിയെന്ന് സംശയമുണ്ടാകും. സർവശിക്ഷാ അഭിയാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിട്ടത് തലയിൽ മുണ്ടിട്ടല്ലെന്നും ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാരുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമുണ്ടായതെന്നും മുൻ സർക്കാരിൻ്റെ നിലപാടിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെടുത്തി പറയുന്നതെങ്കിലും അതിലും ചെറിയ കഴമ്പ് ഇല്ലാതില്ല. ഒരിക്കൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഫൈനൽ ആണെന്നും അതിൽ ഇനി മാറ്റങ്ങൾ വരുത്താൻ ആർക്കും കഴിയില്ലെന്നും മന്ത്രി വിശ്വസിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ട്രിബ്യൂണൽ ഉത്തരവിടുമ്പോൾ കാര്യകാരണ രേഖകൾ മേശപ്പുറത്ത് വെച്ച ശേഷം മാത്രമേ അവർ ഉത്തരവിടാറുള്ളൂ. മന്ത്രിക്ക് അത് വേണ്ട. ജനാധിപത്യപരമായി മന്ത്രി ഇടപെടുന്ന അല്ലെങ്കിൽ മന്ത്രി ഇടപെട്ട് ഇറക്കുന്ന ഒരു ഉത്തരവ് സ്പെഷ്യൽ GO ആയി പുറത്ത് വരും. പക്ഷേ ഈ സ്പെഷ്യൽ GOയിൽ നിർദ്ദിഷ്ട നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുള്ളൊരു കളിയാണ്. പഴയ മന്ത്രിമാർ അവരുടെ അനുഭവ ജ്ഞാനം കൊണ്ട് സിഗരറ്റ് കവറിൽ പോലും എഴുതി കൊടുത്ത് ഉത്തരവാക്കി അത് വാങ്ങി IASകാർ സ്പെഷ്യൽ ഉത്തരവാക്കി ഇറക്കിയിട്ടുണ്ട്. എന്തായാലും മുരളീധരന് മന്ത്രി എന്ന കാര്യത്തിൽ തുടക്കത്തിലെ പിഴയ്ക്കുമെന്നത് മൊത്തം കോൺഗ്രസ്സുകാർക്ക് നാണക്കേടാണ്. അതിനാൽ പിടിവാശി ഉപേക്ഷിച്ച് എന്നാൽ ട്രൈബ്യൂണൽ വിധി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഭരണതന്ത്രജ്ഞത എന്നാണ്. അത് കൈ മുതലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നിയമ പരിജ്ഞാനം കൂടെ വേണമെന്ന് അർത്ഥമുണ്ട്. മുരളീധരൻ ഏതിനും പുലിവാൽ പിടിച്ച മട്ടാണ്.